പിറ്റേന്ന് രാവിലെ ചെവിക്കുള്ളിലേക്ക് തുളഞ്ഞു കയറും പോലുള്ള വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ശബ്ദം കേട്ടാണ് ശിവ കണ്ണ് ചിമ്മി തുറക്കുന്നത്. ഉറക്കം മുഴിഞ്ഞ് അവൾ മുഷിപ്പോടെ തന്റെ സൈഡിലേക്ക് നോക്കി. ഇങ്ങേരത്ര വെളുപ്പിന് ആരുടെ മണ്ടക്കിട്ട് കൊട്ടാൻ പോയോ എന്തോ. ശൂന്യമായി കിടക്കുന്ന വൈഫിന്റെ ഭാഗം നോക്കി ശിവ പറഞ്ഞു. ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായാണ് എത്തിയത്. ഡോറാബുജി ഡിയിലേറ്റ ഡോക്ടറെയും കൊണ്ട് കൈയോടെ ഒന്ന് കറങ്ങാൻ പോയി. പുള്ളിയെയും കൊണ്ട് പിടിച്ച പിടിയാലെ വീട്ടിലേക്കൊക്കെ പോകാമെന്ന് ഓർത്താണ് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയത്. അപ്പോഴാണ് ബോർഡ് മെമ്പറായ ജയദേവൻ സാർ ഞങ്ങളെ പൊക്കിയത്. സാറിന്റെ വീട്ടിലേക്ക് കൈയോടെ കൂട്ടിക്കൊണ്ടുപോയി. ചെറിയൊരു വിരുന്ന് പോലെ. സാറിന്റെ വൈഫ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടുന്ന് തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ നട്ട പാതിരാത്രിയായി. മുഷിപ്പോടെ പയ്യെ എഴുന്നേറ്റ് ബെഡ് സെറ്റിലേക്ക് ചാരിയിരുന്നതും ശിവയുടെ കണ്ണ് ബാൽക്കണിയിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച ശിവയുടെ ഉണ്ട കണ്ണ് ഒന്നുകൂടി തള്ളിച്ചു. ബാൽക്കണിയിൽ കിടന്ന് പുഷപ്പ് എടുക്കുകയാണ് വൈഭവ്. എന്റെ മഹാദേവ, ഇങ്ങേർക്കത് തന്നെയാണോ പരിപാടി? ഇന്നലെ രാത്രി അത്രയും ലേറ്റായിട്ടും രാവിലെ ഇങ്ങനെ ഉരുട്ടിക്കയറ്റുന്നതിന് ഒരു റെസ്റ്റും ഇല്ലേ? ശിവ അവനെ നോക്കി. ഒരു സെറ്റ് പാൻറ് മാത്രമാണ് വേഷം. ആദ്യമായാണ് അവനെ ഇങ്ങനെ കാണുന്നത്. നന്നായി വർക്കൗട്ട് ചെയ്തതിന്റെ ഭാഗമായി അവന്റെ ആ ദൃഢമായ ശരീരമാകെ വിയർത്തിട്ടുണ്ട്. വിയർപ്പ് തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവന്റെ ദേഹത്തൂടെ അവളുടെ കണ്ണുകൾ അനിയന്ത്രിതമായി ഓടി നടന്നു. ഇങ്ങേർ എന്റെ കൺട്രോൾ മുഴുവൻ തെറ്റിക്കുമല്ലോ എന്റെ മഹാദേവ. അവനെ തന്നെ വായി നോക്കിയിരുന്നതും പെട്ടെന്ന് അവന്റെ നഗ്നമായ പുറമേനിയിലെ ടാറ്റുവിൽ അവളുടെ കണ്ണുടക്കി. അതെന്തായിരിക്കും എഴുതി വച്ചിരിക്കുക? അതിലേക്ക് നോക്കി മനസ്സിലാവാതെ അവൾ ചിന്തിച്ചു. അപ്പോഴാണ് അവന്റെ കഴുത്തിലെ സ്വർണ്ണ ചെയിൻ അവൾ കണ്ടത്. ഓം ലോക്കറ്റുള്ള ചെയിനായിരുന്നു അത്. സാക്ഷാൽ പരമശിവന്റെ ഭക്തനാണെന്ന് തോന്നുന്നു. വെറുതെ അല്ല കാലിന് എന്നോട് ഒരു കുലുക്കവുമില്ലാത്ത. എന്റെ മഹാദേവ, ഈ ഭൈരവന്റെ തപസ് ഇനി എങ്ങനെ ഞാനൊന്ന് ഇളക്കുന്നേ? വൈഭവനെ നോക്കി നന്നായി ഒന്ന് സ്മരിച്ചുകൊണ്ട്, ഇനി നോക്കിയാൽ ശരിയാവില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് പുതപ്പെടുത്ത് തലവഴി മൂടിക്കിടന്നു ശിവ. കാറിൽ കൂടെ ഇരിക്കുന്ന അംബികയുടെ കയ്യിലേക്ക് ശേഖരവർമ്മ മുറുകെ പിടിച്ചു. കണ്ണുകൾ നിറച്ച് അംബിക അയാളെ നോക്കി. കുടുംബ ജ്യോത്സ്യരെ കണ്ട് തിരികെ വീട്ടിലേക്കും വരും വഴിയാണ് ഇരുവരും. നീ ഇങ്ങനെ വിഷമിക്കാതെ അംബികെ. പണിക്കർ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് പരിഹാരമില്ലാത്തത് ഒന്നുമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ പൂജയും വഴിപാടുമൊക്കെ നമുക്ക് ചെയ്യാം. ഉണ്ണിയുടെ ജീവന് ഒരാപത്തും വരില്ല. ശിവാമി മോളില്ലേ അവന്റെ കൂടെ? നീ സമാധാനമായി ഇരിക്ക്. അയാൾ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞെങ്കിലും അംബികയുടെ മുഖം തെളിഞ്ഞില്ല. സൗപർണയ്ക്കും മാമയ്ക്കും നടന്നതിന് പുറകെ ഒരാവേഗത്തുകൂടി, അതും എൻ്റെ ഉണ്ണിക്ക്. ഈശ്വര, എൻ്റെ കുട്ടിയെ കാത്തോണേ. നിറകണ്ണുകളോടെ നെഞ്ചിൽ കൈവച്ച് അംബിക പ്രാർത്ഥിച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് ശിവ താഴേക്ക് ചെല്ലുമ്പോഴാണ് പടികൾ കയറി മുകളിലേക്ക് വരുന്ന മാധവനെ കാണുന്നത്. അയാളെ കണ്ടതും അവളൊന്ന് ചിരിച്ചു കാണിച്ചു. അവൾക്കും തിരിച്ച് ഒരു ചെറു പുഞ്ചിരി നൽകി അയാൾ അവളെ കടന്നുപോയി. ഈ വീട്ടിൽ വന്നിട്ട് ഇതുവരെ ഒരു വാക്ക് തന്നോട് മിണ്ടാത്തത് ഡോക്ടറുടെ അച്ഛൻ മാത്രമാണ്. ആൾക്ക് തന്നോട് നീരസമുണ്ടാകുമായിരിക്കും. പക്ഷേ മാധവൻ സാറിന് കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നേ. ആള് ഒന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നുമില്ല. പക്ഷേ എനിക്കായി എപ്പോഴും ഒരു ചിരി ഉണ്ടാവും ആ മുഖത്ത്. മാധവനെ ഒന്നുകൂടി നോക്കി ശിവ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ സീതയും വാമികയും പിന്നെ സൗദാമിനിയും ഉണ്ടായിരുന്നു. ആഹാ, ഇന്ന് അടുക്കളയിൽ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഇനി എൻ്റെ ആവശ്യം വേണ്ടായിരിക്കുമല്ലോ അല്ലേ? ശിവ കളിയോടെ പറഞ്ഞുകൊണ്ട് വാമികയെ കെട്ടിപ്പിടിച്ചു. വാമിക ചിരിയോടെ അവളുടെ നെറ്റിൽ ഒരുമ്മ കൊടുത്തു. ശിവയ്ക്ക് കുടിക്കാനുള്ള ചായ എടുക്കാൻ തുടങ്ങി. കറിക്ക് അരിഞ്ഞുകൊണ്ട് അവർക്കടുത്തു നിന്ന സൗദാമിനി വാമികയും ശിവയെയും ഒന്ന് നോക്കി. ഇരുവരുടെയും സ്നേഹവും സഹകരണവും കണ്ടാൽ ആരും പറയും അവർ അമ്മയും മകളുമാണെന്ന്. മകനായോ മരുമകളായോ തനിക്ക് മാത്രം അങ്ങനെയൊരു സ്നേഹം ലഭിക്കുന്നില്ലല്ലോ എന്നോർത്ത് സൗദാമിനിയുടെ ഉള്ളൊന്ന് നൊന്തു. ഡോക്ടറുടെ അമ്മ ചായ കുടിച്ചോ? പെട്ടെന്ന് ശിവ ചോദിച്ചത് കേട്ട് സൗദാമിനി ഞെട്ടി അവളെ നോക്കി. അവളുടെ വായിൽ നിന്ന് കേട്ട ഡോക്ടറുടെ അമ്മ എന്ന വാക്കിൽ അവരൊന്ന് സ്റ്റക്കായിപ്പോയി. കുട്ടി എന്താ ഇപ്പൊ വിളിച്ചേ? നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളുമായി സൗദാമിനി ചോദിച്ചു. അല്ല, നീക്കെന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ അപ്പമ്മയാ എനിക്ക് അമ്മ. അതാ ഞാൻ മേഡത്തെ ഡോക്ടറുടെ അമ്മയെന്ന് വിളിച്ചത്. സോറി. താൻ അങ്ങനെ വിളിച്ചത് സൗദാമിനിക്ക് ഇഷ്ടമായില്ലെന്ന് ഓർത്തു ശിവ പറഞ്ഞു. ഇല്ലില്ല, നിനക്ക് സന്തോഷമേ ഉള്ളൂ മോൾ അങ്ങനെ വിളിക്കുന്നത്. എൻ്റെ ഉണ്ണിയുടെ അമ്മയാ ഞാനെന്ന് ആരുടെയെങ്കിലും നാവിൽ നിന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് സ്വർഗം കിട്ടിയ മാതിരിയാ. ശിവയുടെ കവളിൽ തലോടി നിറകണ്ണുകളോട് സൗദാമിനി പറഞ്ഞു. ശിവയ്ക്ക് അവരെ കാണെ പാവം തോന്നി. കണ്ടിട്ടുണ്ട് പലപ്പോഴും ഡോക്ടറെ ഒളിഞ്ഞും മറഞ്ഞും നിന്ന് വാത്സല്യത്തോടെ നോക്കുന്നതും ഈ അമ്മയെ. മകനെ ഓർത്ത് വേദനിക്കുന്ന ഒരമ്മ മനസ്സ് സൗദാമിനിയിൽ ഉണ്ടെന്ന് അവൾക്ക് തോന്നി. ഓ, ഉണ്ണിയുടെ അമ്മ പോലും. അതിന് നിങ്ങൾ എങ്ങനെയാ സൗദാമിനി ഏട്ടത്തി ഉണ്ണിയുടെ അമ്മയാവുന്നത്? അവനെ പ്രസവിച്ചത് സൗപർണ ഏട്ടത്തിയാ. അത് മറന്നോ നിങ്ങൾ? അവന് നിങ്ങൾ അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് വന്ന അവൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യ മാത്രമാ. അത് മറക്കണ്ട. അവിടെ നടന്ന സംസാരമെല്ലാം കേട്ടുകൊണ്ട് വന്ന വിദ്യ പെടുന്നനെ സൗദാമിനിക്ക് നേരെ അലറി. അവരുടെ വാക്കുകൾ കേട്ടതും സൗദാമിനിയുടെ മുഖം താഴ്ന്നു. ശരിയാണ് വിദ്യ പറയുന്നത്.
അമ്മ പോയിട്ട് ചെറിയമ്മ എന്ന സ്ഥാനം വരെ തനിക്ക് വൈഭവിൽ നിന്ന് അന്യമാണ്. പുതിയ മരുമകൾ ഈ വീട്ടിലെ എല്ലാവരെയും ഓരോന്ന് പറഞ്ഞ് സോപ്പിടുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ നിന്റെ ഈ വിദ്യ മാത്രം വൈഭവിന് അരികെ നടക്കില്ല മോളെ. അവൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇവരെയാ. മുഖം കുനിച്ച് കണ്ണീർ വാർക്കുന്ന സൗദാമിനിയെ ചൂണ്ടി അരിശത്തോട് ശിവയോട് പറഞ്ഞു. അവിടുന്ന് പോകാനായി തിരിഞ്ഞു വിദ്യ. വിദ്യമായി ഒന്ന് നിന്നേ, പെട്ടെന്ന് അവരെ പിറകിൽ നിന്ന് വിളിച്ചു ശിവ. റേഡിയോ പോലെ അമ്മായി തന്നെ എല്ലാം അങ്ങ് പറഞ്ഞിട്ടങ്ങ് പോകുന്നത് ശരിയല്ലല്ലോ. ഇത്രയും ഇവിടെ നിന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ മറുപടി കൂടെ അറിയണ്ടേ? വിദ്യയ്ക്ക് മുന്നിലേക്ക് ചെന്ന് നിന്ന് ശിവ. അമ്മായി ഇപ്പോൾ പറഞ്ഞല്ലോ, വന്നു കയറിയപ്പോൾ മുതൽ ഞാൻ ഈ വീട്ടിലുള്ളവരെല്ലാം കയ്യിലെടുക്കുവാണെന്ന്. ശരിയാ, ഞാനത് ചെയ്യുന്നുണ്ട്. കാരണം ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാ. താലി കെട്ടി കയറി ചെല്ലുന്ന വീട് സ്വന്തം വീട് പോലെ കാണണമെന്ന എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരുടെ കാര്യം ഞാൻ തിരക്കും. പക്ഷേ ഒന്നുണ്ട്, ഒന്നും ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അരികിൽ വന്നില്ലല്ലോ അമ്മായി. അതെന്താണെന്നറിയാവോ? നിങ്ങളെ ഈ വീട്ടിലെ ആളായിട്ട് ഞാൻ കാണാത്തത് കൊണ്ടാ. എന്താടി പറഞ്ഞേ? ഞാൻ ഈ വീട്ടിലെ മൂത്ത മകളാണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ തറവാട്ടിലെ മൂത്ത മകളാവും. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ അമ്മായിയുടെ വീട് അമ്മായിയുടെ ഭർത്താവിൻ്റെ വീടാ. അതാ ഞാൻ പറഞ്ഞേ നിങ്ങളെ ഞാൻ ഈ വീട്ടിലെ അംഗമായി കാണുന്നില്ലെന്ന്. ഈ കുടുംബത്തിൻ്റെ മൂത്ത മരുമകളാ സൗദാമിനിയമ്മ. അപ്പോൾ എന്തുകൊണ്ടും അമ്മായിയെക്കാളും പവർ ഈ നിൽക്കുന്ന സൗദാമിനിയമ്മയ്ക്ക് തന്നെയാ കേട്ടോ. ഓഹോ, അപ്പോൾ വന്നു കയറിയപ്പോൾ എന്നെ അടിച്ചിറക്കാനാണ് നിന്റെ പ്ലാൻ അല്ലേടി? കാണിച്ചു തരാം ഞാൻ. ശിവയെ കലിപ്പോടെ നോക്കിക്കൊണ്ട് തുള്ളിച്ചാടി വിദ്യ അവിടുന്ന് പോയി. വേണ്ടിയിരുന്നില്ല മോളെ. ഇനി വിദ്യേച്ചി എന്തൊക്കെ കാട്ടുമെന്ന് ആർക്കറിയാം? സൗദാമിനി സങ്കടത്തോടെ ശിവയോട് പറഞ്ഞു. ഡോക്ടറുടെ അമ്മ ഒന്ന് ചുമ്മാതിരി. അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവരോട് പറഞ്ഞുകൊണ്ട് ശിവ 2 കപ്പ് കോഫിയും എടുത്ത് തൻ്റെ റൂമിലേക്ക് പോയി. മിടുക്കിയ ആ കുട്ടി അല്ലേ വാമികെ? അവളുടെ ആ പറച്ചിലും ചുറുചുറുക്കുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് നിന്റെ ചെറുപ്പം ഓർമ്മ വന്നേ വാമി. മുഖത്ത് നിറഞ്ഞ ചിരിയിൽ തനിക്ക് അടുത്ത് നിൽക്കുന്നവളോടായി സൗദാമിനി പറഞ്ഞതും അവൾക്കുള്ള മറുപടിയായി ഒരു മങ്ങിയ ചിരി നൽകി വാമിക. അവളുടെ ആ ചിരിയിലെ വേദന കാണെ താൻ അത് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് സൗദാമിനിക്ക് തോന്നിപ്പോയി. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? ഓ, ഇനി എന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നേ? ഇന്നു മുതൽ പഴയ പോലെ ആ ഹോസ്പിറ്റലിൽ പൂർണ്ണ അധികാരം അവനല്ലേ, ആ വൈഭവിന്. ഇനി ഞാൻ എന്തിനാ? അരിശത്തോടെ ആനന്ദ് പറഞ്ഞതും നരേന്ദ്രൻ ആനന്ദിരിക്കുന്ന സോഫയിലേക്ക് വന്നിരുന്നു. ആനന്ദേ, നിനക്കറിയാമല്ലോ, നല്ല കളി കളിച്ചിട്ടാണ് അവൻ്റെ കയ്യിൽ നിന്ന് സൗവർണയുടെ CEO എന്ന പദവി തട്ടിത്തെറിപ്പിച്ചത്. ഇനിയും അത് ചെയ്യാൻ എനിക്കറിയാം. അതുകൊണ്ട് നീ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോ. അറിയാമല്ലോ, വൈഭവിൻ്റെ അഭാവത്തിൽ ചില്ലറ കളിയല്ല നമ്മളവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അതവൻ അറിയും മുന്നേ അവനെ വീണ്ടും അവിടെ നിന്ന് പുറത്താക്കണം. അതിന് നീ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. മനസ്സിലായോ? നരേന്ദ്രൻ പറഞ്ഞതും ആനന്ദ് സമ്മതം പോലെ ഒന്ന് മൂളി. നരേന്ദ്രൻ പതിയെ എഴുന്നേറ്റ് തൻ്റെ റൂമിലേക്ക് പോയി. കതക് അകത്തുനിന്ന് ലോക്ക് ചെയ്ത് തൻ്റെ ഫോൺ എടുത്തു. എന്നിട്ട് നടാഷ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു. വിദ്യയോട് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു ശിവയ്ക്ക്. അവരുടെ വായിൽ നിന്ന് വന്നതൊക്കെ കേട്ട് പിടിവിട്ടാണ് ശിവ മുറിയിലേക്ക് കയറി ചെന്നത്. റൂമിലേക്ക് എത്തി കയ്യിലെ കോഫി 2 മേശപ്പുറത്തേക്ക് വച്ചതും തിരിഞ്ഞു ചെന്ന് റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തു. കതകടച്ചിട്ടേക്കാം, ഇല്ലെങ്കിൽ CCTV അമ്മയും മോളും ഇപ്പോൾ എത്തി നോക്കാൻ തുടങ്ങും. ദേഷ്യത്തോടെ പെറുപെറുത്തുകൊണ്ട് ഡോർ ലോക്ക് ചെയ്ത് വേഗത്തിൽ തിരിഞ്ഞതും അവൾ വൈഭവുമായി കൂട്ടിയിടിച്ചതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നുള്ള ഇടിയിൽ ബാലൻസ് തെറ്റിയതും ശിവ വൈഭവൻ്റെ ഷർട്ടിൽ കയറി അള്ളിപ്പിടിച്ചു. അവളും മുന്നോട്ട് ആഞ്ഞു പിടിച്ചപ്പോൾ അറിയാതെ അവൻ്റെ കൈയും അവളെ അരയിൽ കൂടി ചുറ്റി ചേർത്ത് പിടിച്ചു. ശിവ തൻ്റെ നെഞ്ചിൽ നിന്നും പെട്ടെന്ന് തല പൊക്കിയതും അവൻ്റെ തല താഴ്ത്തി അവളെ നോക്കിയതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ശിവയുടെ തല വൈഭവിൻ്റെ താടിൽ ഒരൊറ്റ ഇടി. വേദനയെടുത്ത വൈഭവ് തലയൊന്ന് പുറകോട്ടാക്കി ശിവയുടെ നെറ്റിയൊന്ന് നന്നായി ഒഴിഞ്ഞു. എങ്ങോട്ട് നോക്കിയടി നടക്കുന്നേ? നോക്കി കണ്ട് നടക്കാൻ അറിയത്തില്ലേ? ഞാനോ? എന്നെയല്ലേ ഇങ്ങോട്ട് വന്നിടിച്ചേ? അരിശത്തിൽ വൈഭവ് ചോദിച്ചതിൻ്റെ പിറകെ ഇരട്ടി ദേഷ്യത്തിൽ ശിവ അവനോട് ചോദിച്ചു. ഓ, ഇനി അങ്ങനെയായി. കഥ കടച്ചിട്ട് തിരിയുമ്പോൾ പിറകിൽ ആളുണ്ടോയെന്ന് നോക്കണം. മത്തങ്ങ പോലത്തെ 2 ഉണ്ട കണ്ണുണ്ടല്ലോ നിനക്ക്. എന്നിട്ട് നീ എന്നെ കണ്ടില്ലേ? ഞാൻ തിരിഞ്ഞു വന്ന് ഇടിക്കാൻ പാകത്തിന് എൻ്റെ പിറകിൽ വന്ന് നിൽക്കാൻ ഡോക്ടറോട് ആര് പറഞ്ഞു? അല്ല, ഞാൻ തിരിഞ്ഞു വരുന്നത് നിങ്ങളും കണ്ടില്ലേ? അപ്പോൾ ഇയാൾ 2 പൂച്ചക്കണ്ണ് എവിടെ പോയി? ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അവൾ അവനോട് തട്ടിക്കയറി. പെണ്ണിൻ്റെ മുഖവും ദേഷ്യവുമൊക്കെ കണ്ടപ്പോൾ അവന് മനസ്സിലായി കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അതേ, എൻ്റെ ഷർട്ടിൽ നിന്ന് കൈയെടുത്ത് എൻ്റെ ദേഹത്തു നിന്ന് നീ ഒന്ന് ഇറങ്ങുവാണേൽ ഞാൻ പറയാം എൻ്റെ കണ്ണ് എവിടെയായിരുന്നുവെന്ന്. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഗൗരവത്തിൽ അവൻ പറഞ്ഞതും ശിവ ഞെട്ടി ഒന്ന് നോക്കി. അപ്പോഴാണ് മനസ്സിലായ അവളുടെ ഇടം കൈ ഇപ്പോഴും അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അവനോട് ഒട്ടി അങ്ങനെ നിന്നാണ് ഇതെല്ലാം പറഞ്ഞ്. അത് നിങ്ങൾ എൻ്റെ ദേഹത്തുനിന്ന് വിട്ടാലല്ലേ എനിക്ക് ഇറങ്ങാൻ പറ്റൂ? ഉള്ളിലെ ചമ്മൽ മറച്ചു പിടിച്ചു പറഞ്ഞുകൊണ്ട് ശിവ വൈഭവിൽ നിന്ന് അകന്നു മാറി.
അവൾ അവൻ്റെ ഷർട്ടിൽ നിന്ന് പെട്ടെന്ന് കൈയെടുത്തതും ഷർട്ടിലെ ബട്ടൺസ് ഒരെണ്ണം പൊട്ടി നിലത്തേക്ക് വീണു. അയ്യോ! ശിവ വേഗം താഴേന്ന് ബട്ടൺസ് എടുത്ത് അവനെ ഒന്ന് നോക്കി. ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഇതിപ്പോൾ തന്നെ തയ്ച്ചു തരാൻ ഞാൻ. അവളെ തുറിച്ചു നോക്കുന്ന വൈഫിനെ നോക്കി പറഞ്ഞുകൊണ്ട് ശിവ വേഗം മേശയുടെ ഡ്രോ തുറന്നു. ഫർഗറ്റ് ഇറ്റ്. തയ്ച്ചിടാനൊന്നും എനിക്ക് വയ്യ. ഈ ഷർട്ട് കളഞ്ഞേക്ക്, ഞാൻ വേറെ ഇട്ടോളാം പറഞ്ഞുകൊണ്ട് അവൻ ഇട്ടിരുന്ന കോട്ട് ഊരാൻ തുടങ്ങി. ഒരു ബട്ടൺസ് പോയതിനാണോ നിങ്ങളിങ്ങനെ പുതിയ ഷർട്ട് കളയുന്നേ? നടക്കില്ല ഡോക്ടറെ. മര്യാദയ്ക്ക് അവിടെ ഇരിക്കുക. ഞാൻ കളഞ്ഞ ബട്ടൺസ് ആണെങ്കിൽ അത് ഞാൻ തന്നെ ശരിയാക്കി തരാം. അവിടെ നിൽക്ക്. സൂചിയും നൂലുമെടുത്ത് വന്നവനെ പിടിച്ചു നിർത്തി ദേഷ്യത്തിൽ പറഞ്ഞു ശിവ. എന്തോ അവന് നോ പറയാൻ തോന്നിയില്ല അവളോട്. നിങ്ങൾ മാണിക്യമംഗലത്തുകാരെല്ലാം ഇങ്ങനെയാണോ? എല്ലാവർക്കും കാശും സ്വത്തുമാ ഇമ്പോർട്ടൻ്റ്. കൂടെയുള്ളവരോട് ഒന്ന് സ്നേഹത്തോടെ ഇടപെടാൻ ഇവിടെ ഒരാൾക്കും അറിയില്ല. നിങ്ങളുടെ അമ്മായി ആണെങ്കിൽ ആ കാര്യത്തിൽ എക്സ്പെർട്ടാ. വൈഭവിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ തുന്നിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശിവ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. വിദ്യയുമായി അടുക്കളയിൽ വച്ച് നടന്നതൊക്കെ കുറച്ച് കുത്തും കോമയുമൊക്കെ ഇട്ട് അവൾ പെറുപുറത്തുകൊണ്ടേയിരുന്നു. വീർത്ത് കിട്ടിയ മുഖയും കൂർപ്പിച്ചു വെച്ച ചുണ്ടുമായി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൾ വൈഭവിൻ്റെ പൂച്ചക്കണ്ണുകൾ ഉടക്കി. പെണ്ണിൻ്റെ മുഖത്തൂടെയും വാതോരാതെ സംസാരിക്കുന്ന അവളുടെ ചുണ്ടുകളിലൂടെയും എല്ലാം അനുസരണയില്ലാതെ അവൻ്റെ മിഴികൾ കൂടി നടന്നു. ശിവ എന്നാൽ ഇതൊന്നും അറിയാതെ വാ അടയ്ക്കാതെ അവനോട് വിദ്യയെപ്പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ബട്ടൺ തുന്നിക്കഴിഞ്ഞ് നൂൽ പൊട്ടിക്കാനായി ശിവ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവളുടെ ഇടത് ചെവിയുടെ അടിയിലായി കഴുത്തിൽ കാണുന്ന കറുത്ത കാക്കപ്പുള്ളി അവൻ്റെ കണ്ണിലുടക്കി. പെട്ടെന്ന് അവൻ്റെ കണ്ണുകളിൽ കൂടി ആ രാത്രി തെളിഞ്ഞുപോയി. കോരിച്ചൊരിയുന്ന ആ മഴയുള്ള രാത്രിയിൽ ബോധം മറയും മുന്നേ അവൻ കണ്ട അതേ മറുക്. വൈഭവിൻ്റെ കൈ അറിയാതെ തന്നെ ശിവയുടെ കഴുത്തിലേക്ക് നീണ്ടു. കഴിഞ്ഞു. ഇത്രയുള്ളൂ ഡോക്ടറെ. ഡോക്ടറെ. ശിവ അവൻ്റെ തോളിൽ തട്ടി. പെട്ടെന്ന് ഞെട്ടി വൈഭവ് അവളെ നോക്കി കൈ പിൻവലിച്ചു. നോക്ക്, നല്ല ഒന്നന്തരം ഫ്രഷ് പീസ് പോലെ ഇല്ലേ ഇതെന്ന് നോക്കിയേ, അവൾ ചിരിയോടെ പറഞ്ഞതും അവൻ തിരിഞ്ഞൊന്ന് കണ്ണാടിയിൽ നോക്കി. നോട്ട് ബാഡ്. ചെറുതായി തെളിഞ്ഞ ചിരിയോടെ അവൻ പറഞ്ഞു. എന്നാലും നല്ലതാണെന്ന് സമ്മതിക്കരുത് കേട്ടോ. ആയിക്കോട്ടെ. ഒന്ന് ചുണ്ടുകൊട്ടി പറഞ്ഞുകൊണ്ട് ശിവ സൂചിയും നൂലും തിരികെ വെക്കാനായി പോയി. ശിവ. പെട്ടെന്ന് അവൻ അവളെ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ എൻ്റേതെന്ന് കരുതുന്ന വിരലിലെണ്ണാവുന്ന കുറച്ചു പേരുണ്ട് ഈ വീട്ടിൽ. അവരോടല്ലാതെ വേറെ ആരോടും ഈ വീട്ടിൽ എനിക്ക് വലിയ കമ്മിറ്റ്മെൻറ്റ്സോ അറ്റാച്ച്മെൻറ്റ്സോ ഇല്ല. സോ ഡു വാട്ട് യു വാണ്ട് ആസ് യു ലൈക്ക്. തനിക്ക് ശരിയെന്ന് തോന്നുന്നതെന്തും പറയാം, പ്രവർത്തിക്കാം. ആരും നിന്നെ തടയില്ല. മുഖത്ത് വിരിഞ്ഞ ചിരിയോടെ തന്നെ അവൻ്റെ കടുത്ത ശബ്ദത്തിൽ അവളോട് പറഞ്ഞതും ശിവയുടെ മുഖവും തെളിഞ്ഞു. അവളുടെ ചിരി കണ്ടുകൊണ്ട് തന്നെ അവൻ മുറിയിൽ നിന്നിറങ്ങി. എന്നോട് ഇഷ്ടമുള്ളത് ചെയ്തോളാനല്ലേ ആ പറഞ്ഞിട്ട് പോയേ? അപ്പോൾ മഞ്ഞുമലയുടെ മനസ്സിലും ഞാൻ കാണും എന്നല്ലേ അതിനർത്ഥം? ശിവ സന്തോഷത്തോടെ പറഞ്ഞു. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലാണ് വൈഭവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. കാറിൻ്റെ സ്പീക്കറിൽ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. സാർ, ഞാൻ രാജേഷാണ്. അയാൾ പറഞ്ഞതും വൈഭവിൻ്റെ കണ്ണൊന്ന് കുറുകി. പോയ കാര്യം എന്തായി രാജേഷേ? സാർ പറഞ്ഞതുപോലെ ഞാൻ അന്വേഷിച്ചു. അന്ന് മുനിയൻപാറയിൽ ഉരുൾപൊട്ടി കാണാതായവരുടെയും മരണപ്പെട്ട് തിരിച്ചു കിട്ടാത്ത ബോഡികളുടെയും ലിസ്റ്റ് എടുത്തു. അതിൽ ചൈത്ര രാമാനുജൻ എന്ന പേരുണ്ട്. രാജേഷ് പറഞ്ഞത് കേട്ടതും വൈഭവിൻ്റെ കാല് കാറിൻ്റെ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി. കാറിൻ്റെ ടയർ ഉരച്ചുകൊണ്ട് വണ്ടി സഡൻ ബ്രേക്കിട്ട് നിന്നു. വാട്ട് ദ ഹെൽ? ആദ്യം അന്വേഷിച്ചപ്പോൾ താൻ തന്നെയല്ലേ പറഞ്ഞത് മരിച്ചുപോയവരുടെ കണക്കിൽ ചൈത്രയുടെ പേര് വന്നിട്ടില്ലെന്ന്? പിന്നെ ഇപ്പോൾ ഈ കണ്ടുപിടുത്തം എവിടെ നിന്ന് വന്നു? വൈഭവ് ഫോണിൽ കൂടി ദേഷ്യത്തിൽ അലറി. അയാളിൽ നിന്ന് കേട്ട വാക്കുകൾ അത്രത്തോളം അവൻ്റെ ടെമ്പർ തെറ്റിച്ചിരുന്നു. സാർ, അത് വേറൊന്നും കൊണ്ടല്ല. അന്നത്തെ ആ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായിപ്പോയി. 1ഉം 2ഉം പേരല്ല, 10-500 പേരിൽ നിന്ന് അന്ന് ആകെ രക്ഷപ്പെട്ടത് 100 ചില്ലുവാനും ആളുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് കാണാതായവരുടെയും ബോഡി തിരിച്ചു കണ്ടുകെട്ടാത്തവരുടെയും ലിസ്റ്റ് ഡെത്ത് ലിസ്റ്റിൽ ഇടാതിരുന്നത്. പിന്നെ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞില്ലേ സാറേ? ഇനിയും കണ്ടുപിടിക്കാത്തവരെയൊക്കെയും അവർ ഡെഡ് ലിസ്റ്റിൽ ഇട്ടു. രാജേഷ് പറഞ്ഞു കഴിഞ്ഞതും വൈഭവ് അവൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. സ്റ്റിയറിങ്ങിൽ അവൻ്റെ കൈകൾ ഒന്നും മുറുകി. അവന് വല്ലാത്ത നിരാശ തോന്നിയിരുന്നു. എവിടെയോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ ആള് ജീവനോടെ ഉണ്ടാകുമെന്ന്, തനിക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ബട്ട് നോ, ഷീസ് നോ മോർ. സാർ, സാറൊന്നും പറഞ്ഞില്ല. കുറച്ചു നേരമായി വൈഭവിൽ നിന്ന് പ്രതികരണമൊന്നും കാണാതെ രാജേഷ് പതിയെ ചോദിച്ചു. കോൾ ഓഫ് ദി സെർച്ച്. എല്ലാം നിർത്തിക്കോ. ചൈത്ര രാമാനുജൻ ഇനിയില്ല. ഗൗരവത്തിൽ അത്രയും മാത്രം പറഞ്ഞ് വൈഭവ് ആ സംസാരം അവസാനിപ്പിച്ചു. കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ഐ ആം സോറി ഏട്ടാ. ഏട്ടന് നിന്ന വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. മുന്നിലെ പായുന്ന വഴി നോക്കി വൈഭവ് മൗനമായി മനസ്സിൽ മൊഴിഞ്ഞു.